ഡോക്ടറെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും ധാരാളം പേഷ്യൻസ് ഒരു മിസ്സിംഗ് ടൂത്ത് റീപ്ലേസ് ചെയ്യാൻ ട്രോമാറ്റിക് ഓപ്ഷനായ FPD ആണ് ചൂസ് ചെയ്യുന്നത്. ഈ FPD എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മിസ്സിംഗ് ടൂത്ത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള രണ്ട് നല്ല പല്ലുകൾ രാഗി ചെറുതാക്കി അത് നശിപ്പിച്ചിട്ട് വേണം അവിടെ ഒരു ടൂത്ത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ. പക്ഷെ അതിനേക്കാളും എത്രയോ ബെറ്റർ ഓപ്ഷനായ ഇംപ്ലാന്റ് ചൂസ് ചെയ്യാൻ പേഷ്യൻറ്റിന് ഇപ്പോഴും ഒരു മടിയാണ്. ശരിയാണ്. ശരിക്കും FPD എന്നുള്ളതിന്റെ പ്രശ്നം എന്താന്ന് ആൾക്കാർ റിയലൈസ് അതെ. ചെയ്യാത്തതിന്റെ ആണോന്ന് തോന്നുന്നു. കാരണം നമ്മൾ പറയുമ്പോൾ എന്താ പറയാ, ഒരു ടൂത്ത് തന്നെ പറയുമ്പോൾ ഇനാമൽ ഉണ്ട്, അതിനകത്ത് ഡെന്റിൻ ഉണ്ട്. ഇനാമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള ഏറ്റവും കട്ടിയുള്ള ഭാഗമാണ് ടൂത്തിന്റെ. അപ്പൊ അത് ചെറുതാക്കിയിട്ടാണ് നമ്മളൊരു FPD ചെയ്യുന്നത്. അപ്പോ ഒന്ന് പേഷ്യന്റിന് അറിയാത്ത ഒരു കൺസേൺ. പിന്നെ വെച്ചാൽ പേഷ്യന്റിന്റെ മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് സർജറിയാണ്. അതായത് ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് സർജിക്കൽ പ്രൊസീജിയർ ആണോ എന്നുള്ളതിന്റെ ഒരു ഭയമാണ് പേഷ്യന്റിന് മെയിനായിട്ട് പിന്നെ കാണപ്പെടുന്നത്. ഇപ്പൊ സർജറി എന്ന് പറയുന്നതിന് ഒരു പല്ല് പറിക്കുന്നത് ശരിക്കും പറഞ്ഞത് സർജറിയാണ്. ഒരു അവസാനത്തെ നമ്മൾ പറയുന്നത് തേർഡ് മൊളാർ എന്ന് പറയുന്നത്, അത് പറിക്കുന്നതും ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ സർജറിയാണ്. ഒരു പല്ല് പറിക്കുന്നതിന് നമ്മൾ ശരിക്കും ഒരു ഞരമ്പ് തരിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോ നമ്മൾ ഇംപ്ലാന്റ് പ്രൊസീജിയേഴ്സ്, ഇംപ്ലാന്റ് വെക്കുന്ന പരിപാടികൾ നമുക്ക് ഫുൾ ഞരമ്പ് തരിപ്പിക്കേണ്ട ആവശ്യമില്ലാതെ നമുക്ക് ചെയ്യാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാപ്പ് എലിവേറ്റ് ചെയ്യുക, അതായത് ആ ഭാഗത്തെ മോണ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാതെ ഫ്ലാപ്ലെസ് ആയിട്ട് വരെ നമ്മൾക്ക് ഇപ്പൊ ഇംപ്ലാന്റ് സർജറി ചെയ്യാം. സോ അങ്ങനത്തെ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ഉള്ള സമയത്ത് പഴയ കാലത്തതായിരുന്നു ആ ഒരു സർജറി എന്നുള്ളൊരു ഫിയർ. ശരിക്കും ഇപ്പോ ഇംപ്ലാന്റ് അഡ്വാൻസ്മെന്റ്സ് ഒരു പല്ല് പറിക്കുന്നതിനേക്കാളും സിംപ്ലർ ആക്കിയിട്ടുണ്ട് ഒരു ഇംപ്ലാന്റ് വെക്കുന്നത്. പിന്നെ പേഷ്യന്റിന്റെ കൺസേൺ എന്ന് പറഞ്ഞത് മണിയാണ് സ്വാഭാവികമായിട്ടും. പക്ഷെ അത് അവർക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ്. കാരണം ഒരു FPD വെക്കുമ്പോൾ ഒരു മിസ്സിംഗ് ടൂത്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ 3 പല്ലുകൾ വെക്കണം. അത് 2 പല്ലിനെ ട്രോമാറ്റൈസ് ചെയ്യും വേണം. അതേ കൂടെ തന്നെ 3 പല്ലുകൾ അവിടെ റീപ്ലേസ് ചെയ്യണം. 3 പല്ലിന്റെ ഒരു എമൗണ്ട് അവിടെ വരുന്നുണ്ട്. പക്ഷെ ഇംപ്ലാന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഈ 3 പല്ലുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്ലാന്റ് ഏകദേശം ഒരു ആൾക്കാർ ഇതിനെ കുറിച്ച് അവയർഡ് അല്ല ശരിക്കും പറഞ്ഞാല്. ഈ പല്ലിന്റെ എമൗണ്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആ ഇനാമലിന്റെ ഒരു ഇത്. നല്ല പല്ലുകളാണ്. അതെ, അതൊരു പ്രൈസ്ലെസ് ആയിട്ടുള്ള സാധനമല്ലേ. വൺസ് ഇനാമൽ നമ്മളെ വായിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പൈസ കൊടുത്താലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഓഫ്കോഴ്സ് FPD മോശമാണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കാരണം FPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ളതാണ്. അത് നമ്മൾ ഒരുപാട് പേഷ്യൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എല്ലാ കേസിലും ഇംപ്ലാന്റ് ചെയ്യാനും കഴിയില്ല. അപ്പം അങ്ങനെ വേറെ ഒന്നും ചെയ്യാത്ത കേസിൽ വേണമെങ്കിൽ നമുക്ക് FPDയിലേക്ക് പോകാം ഓഫ്കോഴ്സ്. പക്ഷെ അതല്ലാതെ ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും സിംപ്ലർ ഒരു ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. ഇംപ്ലാന്റ് ചെയ്യുന്നതിന് ശരിക്കും ഒരു ആ ഭാഗത്ത് ലോക്കൽ ആയിട്ടുള്ള ഒരു തെരപ്പിക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഇംപ്ലാന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾക്ക് പല്ലിന്റെ വേര് മിസ്സിങ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ പല്ല് പറിക്കുമ്പോൾ അതിന്റെ വേരല്ലേ പറിച്ചൊഴിവാക്കുന്നത്, അപ്പോൾ ആ വേരാണ് ആക്ച്വലി അവിടെ മിസ്സിങ് ആയിട്ടുള്ളത്. ആ സ്ഥലത്ത് നമ്മളൊരു സ്ക്രൂ പോലത്തെ ഒരു കോമ്പണന്റ് അവിടെ വായുടെ അകത്ത് വെച്ച് കൊടുക്കുകയാണ്. എവിടെയാണ് ഇല്ലാത്തത്, ആ വേരില്ലാത്തത്, ആ ഭാഗത്ത് നമ്മൾ സ്ക്രൂ പോലത്തെ ഒരു ഫിക്സ്ചർ എന്നാണ് നമ്മൾ അതിനെ പറയുക. സ്ക്രൂ വെക്കുകയാണ്. ആ സ്ക്രൂവിന് നമ്മളൊരു 3 or 5 months ഒക്കെ നമ്മൾ എല്ലിനകത്ത് ലീവ് ചെയ്യാം. ഇപ്പൊ ഇമ്മീഡിയറ്റ് ലോഡിങ് ഇംപ്ലാന്റ്സും ഉണ്ട്, അതായത് വേണ്ടിയിട്ട് ചെയ്യാം. ബാക്കി എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ എല്ലും അത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, അതായത് എല്ലിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ എല്ലിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെയാണ്. അതുപോലെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ടോർക്കും കിട്ടുകയാണെങ്കിൽ ഒരു 24 to 72 hours പല്ല് വെക്കാവുന്ന തരത്തിലുള്ള ഇംപ്ലാന്റ്സും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം സുഖമായിട്ട് ഒരാൾക്ക് ചെയ്തു പോകാവുന്ന ഒരു പ്രൊസീജിയറാണ്. അതും പേഷ്യന്റ് കൺസേൺ ആണ് ടൈം. അതായത് നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു 4 to 5 months വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പല പേഷ്യൻസ് പറയേണ്ടത് എനിക്ക് പെട്ടെന്ന് ഞാൻ പുറത്ത് പോവാണ്, അല്ലെങ്കിൽ എനിക്ക് അവിടേക്ക് പോകണം, ഇത്രയും പെട്ടെന്ന് നടക്കില്ലല്ലോ എന്നുള്ളൊരു കേസും കൂടി പേഷ്യന്റ് പറയേണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ലോഡിംഗ് ഒന്നും ശരിക്കും ഉള്ളത് പേഷ്യന്റിന് അവെയർ അല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ പറയുന്നത്. എക്സാക്ട്ലി ഡോക്ടർ, എക്സാക്ട്ലി. ഇപ്പോൾ ഇംപ്ലാന്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇനിയിപ്പം പെർമനന്റ് ആയിട്ട് നമുക്ക് ടൂത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ടൂത്ത് കൊടുത്ത് പിന്നെ പേഷ്യന്റിന് അതേ ആവശ്യമുള്ളൂ. മിസ്സിംഗ് ടൂത്ത് അവിടെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് കിട്ടുക എന്നുള്ളത്. പെർമനന്റ് ആയിട്ട് പറ്റില്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അവിടെ ടൂത്ത് വന്നാൽ പേഷ്യന്റ് ഈസ് ഓക്കെ. നമുക്ക് ഡെഫിനറ്റ്ലി അത് എന്തായാലും ഇംപ്ലാന്റിലൂടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ടൈറ്റാനിയമാണ്. ഇപ്പോൾ സിർക്കോണിയ പോലെയുള്ള ഇംപ്ലാന്റ്സും അവൈലബിൾ ആണ്. സിർക്കോണിയയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ നല്ല വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈറ്റാനിയം ഒരു മെറ്റലാണ്. അപ്പോൾ മെറ്റലിൻ്റെ കളറ് മോണയിലൂടെ ഷോ ത്രൂ ചെയ്യും.
പക്ഷേ ഒരു ടൈറ്റാനിയം അല്ലെങ്കിൽ സിർക്കോണിയ വെക്കുമ്പോൾ ആ ഒരു വെള്ള കളറാണ് ഇംപ്ലാന്റ് ഉണ്ടാവുക. അപ്പം ഒരു കാരണവശാലും ഒന്നും കൂടി അതെ അതെ എസ്തെറ്റിക്സ് ഒന്നുകൂടി, അതായത് മുന്നിലുള്ള പല്ലുകൾ മിസ്സിംഗ് ആയിരുന്ന സമയത്ത് സിർക്കോണിയ പോലത്തെ ഇംപ്ലാന്റ്സ് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിർക്കോണിയ ഇംപ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചു കാലമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് നെസസറി ആയിട്ടുള്ള ഒരു റിസർച്ചും സ്റ്റഡീസും ഒക്കെ വരുന്നേ ഉള്ളൂ. വൺസ് അത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതും വളരെയധികം പോപ്പുലർ ആവും. ആൾക്കാർക്ക് ഫ്രണ്ടിലുള്ള പല്ലുകൾ യാതൊരു, അതായത് അതിൻ്റെ എസ്തെറ്റിക്സ്, അതായത് അതിൻ്റെ ഭംഗി, അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ രണ്ടും കിട്ടുന്ന രീതിയിൽ പല്ലുകൾ വെക്കുന്നത് വളരെ എളുപ്പമാവും. പിന്നെ പേഷ്യൻ്റ് കൺസേൺ എന്താ വെച്ചാൽ എപ്പോൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാം, ഏത് പ്രായത്തിൽ എന്നുള്ളതൊക്കെയാണ്. എപ്പോൾ നമുക്ക് പറ്റും എന്നുള്ള കാര്യങ്ങളാണ് പേഷ്യൻറ്റിന് കൂടുതലായിട്ട് അറിയാനുള്ളത്. കാരണം പേഷ്യൻ്റ് ചിലർ പറയും ഞാൻ ഈ പ്രായത്തിൽ വെക്കാൻ പറ്റുമോ, അപ്പോൾ അതൊന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവണം. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ട് ഏജിലാണല്ലോ ശരിക്കും ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ പല്ല് കമ്പി ഇടുമ്പോൾ പറയുമല്ലോ. അപ്പോൾ അതായത് പണ്ട് എക്സ്റേ എടുക്കാം, എന്നിട്ട് നമുക്ക് ഗ്രോത്ത് അസസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. പക്ഷേ ഒരു ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്കൊരു 16, ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 18 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാം. അത് വലിയ പ്രോബ്ലം ഇല്ല. ഇനിയിപ്പം ചിലപ്പോൾ ചില ആൺകുട്ടികളുടെ ഗ്രോത്ത് സ്പേർട്ട് ഇസ് ഡിലേഡ്, അവർക്ക് ഒരു 23 ഇയേഴ്സ് വരെ ചില സമയത്ത് പോകാം. സോ അങ്ങനത്തെ നമ്മൾ ചെറിയൊരു അനാലിസിസ് ചിലപ്പോൾ നടത്തേണ്ടി വന്നേക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, എല്ലാ അഡ്വാൻസ് ടെക്നോളജി CBCTയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലിൻ്റെ ഉറപ്പും കാര്യമൊക്കെ പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഇൻ ഹൗസ് CBCT ഉണ്ട്, ക്ലിനിക്കിൽ തന്നെ CBCT ഉണ്ട്. നമുക്ക് ആ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് പേഷ്യൻ്റെ എല്ലിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് അവൈലബിൾ ആണ് നമുക്കിപ്പോൾ. പിന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ നമ്മൾ CBCT എടുത്തിട്ട് എല്ലിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അസസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ എല്ലിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്നുള്ളതൊന്ന്? ക്വാളിറ്റി എന്ന് പറയുമ്പം അവിടെ നിൽക്കുന്ന എല്ലുകൾക്ക് ആ ഇംപ്ലാന്റിനെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CBCT എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ബോണിന്റെ പാറ്റേൺ നമുക്ക് കിട്ടും. എന്താണ്, എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ്, ഡെൻസിറ്റി എവിടെയാണ് കൂടുതൽ, അതുപോലെ തന്നെ ട്രാബിക്കുലർ പാറ്റേൺ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ ആ ഒരു പാറ്റേൺ, ബോൺ പാറ്റേണിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊരു CBCT അസസ്മെന്റിലൂടെ മനസ്സിലാക്കും. സോ അതനുസരിച്ചാണ് നമ്മൾ ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് നമുക്ക് അതിന് മേലെ പല്ല് വെക്കാം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. പിന്നെ അനദർ ക്വസ്റ്റ്യൻ ഡോക്ടർ ചോദിച്ചത് എന്താ വെച്ചാൽ ക്വാണ്ടിറ്റി. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഇംപ്ലാന്റ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും മെഷേർഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇംപ്ലാന്റ് വെക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു CBCT എടുക്കുക, അതിൽ എത്ര ബോൺ വിഡ്ത്ത് ഉണ്ട്, എത്ര ലെങ്ത് ഉണ്ട്, എത്ര ഡയമീറ്ററുള്ള ഇംപ്ലാന്റ്, അതിനനുസരിച്ചാണ് നമ്മൾ ഒരു ഇംപ്ലാന്റ് പ്ലാൻ ചെയ്യുന്നത്. അത്ര ഡയമീറ്ററുള്ള ഇംപ്ലാന്റ് നമുക്ക് വെക്കാൻ പറ്റുമോ, അത്ര ലെങ്ത്തുള്ള ഇംപ്ലാന്റ് നമ്മൾ വെക്കാൻ പറ്റുമോ, വായിൽ ഓരോ ഏരിയയിലും ഇന്ന ഡയമീറ്ററുള്ള ഇംപ്ലാന്റ്സ് വെക്കണം എന്നുണ്ട്. സോ അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ അസസ് ചെയ്ത് CBCT എടുത്ത് അത് അസസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ പ്രൊസീഡ് ചെയ്യുള്ളൂ. പിന്നെ ചില കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവും, അസുഖങ്ങളുള്ള പേഷ്യൻസ്. ഇപ്പൊ ഡയബറ്റിസ് ആണെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ വേറെയും ബ്ലഡ് ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടേ നമ്മൾ പ്രൊസീഡ് ചെയ്യുള്ളൂ. പിന്നെ ഇതേപോലെ ഈ ബോൺ ക്വാളിറ്റി കുറച്ച് കുറവാണ്, പക്ഷെ പേഷ്യന്റിന് ആഗ്രഹമുണ്ട് അവിടെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനത്തെ പേഷ്യൻസിന് ഇപ്പോൾ വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടി വരും? ഡെഫിനറ്റ്ലി ഡോക്ടർ, നമുക്ക് ബോൺ ഓഗ്മെന്റേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ബോത്ത് സോഫ്റ്റ് ആൻഡ് ഹാർഡ് ടിഷ്യൂ ഓഗ്മെന്റേഷൻ എന്നാണ് നമ്മൾ പറയുക. അതായത് അവിടെ മോണയുടെ കുറവാണെങ്കിൽ മോണ കൂട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എല്ലിന്റെ കുറവാണെങ്കിൽ എല്ല് കൂട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അങ്ങനെ രണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മളെ പേഷ്യന്റ് എത്രത്തോളം ഈ കാര്യങ്ങളെ കുറിച്ച് അവെയർ ആവുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ വിചാരിക്കുന്നത് പോലെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലേക്ക് പ്രശ്നം ഇതാണ്, പേഷ്യൻസ് അവെയർഡ് അല്ല ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട്. എല്ലാവരും പണ്ട് മുതൽ ചെയ്തു തരുന്ന FPD എന്നുള്ള ഒരു ഇതിലോട്ടാണ്. പക്ഷെ ഇപ്പൊ എന്നാലും കൂടുതലായിട്ട് പല പേഷ്യൻസും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പേഷ്യൻസ് അധികം ഇംപ്ലാന്റിലോട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്കറിയാലോ, അറബി പേഷ്യൻസ് വരുമ്പോൾ അറബീസൊക്കെ അധികം പ്രിഫർ ചെയ്യുന്നത് ഇംപ്ലാന്റിലോട്ട് തന്നെയാണ്. അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് അറിയാം. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് പറിച്ചിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് ഇംപ്ലാന്റ് വെക്കുന്നത് എന്നുള്ളതും ഇതിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മള് പല്ല് പറിച്ച ഉടനെ നമുക്ക് വെക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് നമുക്ക് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ റിസർച്ച് പറയുന്നത് അങ്ങനെയാണ്.
ഏറ്റവും നല്ലത് നമുക്ക് എപ്പോൾ വെക്കാൻ പറ്റുന്ന ഈ പല്ല് പറിച്ച ഉടനെ നമുക്ക് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ബോണിന് അത്യാവശ്യത്തിനുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. വിത്ത് പ്രോഗ്രഷൻ ഓഫ് ടൈം, അതായത് സമയം കൂടുന്തോറും എല്ലാം അവിടെ കുറഞ്ഞു വരും. അതുപോലെ പല്ലില്ലെങ്കിൽ പല്ലിന് തേയ്മാനങ്ങളൊന്നും തുടങ്ങുമല്ലോ, തുടങ്ങും, ഡെഫിനറ്റ്ലി തുടങ്ങും. പുറകിലത്തെ പല്ലൊക്കെ നമ്മൾക്ക് മാറ്റി വെക്കണമെങ്കിൽ ഇംപ്ലാന്റ് എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അവിടെ ബ്രിഡ്ജിനുള്ള ഓപ്ഷൻ നമുക്ക് ഇല്ല. കാരണം പേഷ്യന്റ് മുന്നിലേ ഉള്ളു പല്ല്, പുറകിലെ പല്ലില്ല, വേണല്ലോ. അപ്പൊ പുറകിലത്തെ പല്ലുകൾ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ഇംപ്ലാന്റ് ഉള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് ഇംപ്ലാന്റ് തന്നെ ചൂസ് ചെയ്യണം. പലപ്പോഴും കണ്ടുവരുന്ന പ്രശ്നമാണ് പേഷ്യന്റിന് ഒരു കാലത്ത്, അതായത് അവർക്ക് പല്ല് പറിക്കുന്ന സമയത്ത് അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ 3 or 4 years കഴിഞ്ഞ് നമ്മളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. അതെ അതെ. പിന്നെ ശരിക്കും അന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് പിന്നീട് ഓഗ്മെന്റേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഓഗ്മെന്റേഷൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇംപ്ലാന്റ് വെച്ചിട്ട് പല്ല് വെക്കാനുള്ള സമയം നമ്മൾ ഒരു 6 മാസം 8 മാസം ഒക്കെ നമ്മൾ ഡെഫിനറ്റ്ലി കൊടുക്കുകയും വേണ്ടി വരും. എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഡോക്ടർ. കാരണം നമ്മളുടെ പല്ലുകള് ദൈവം തന്നിട്ടുള്ളത് ഓരോ പല്ലുകളും ഓരോന്നായിട്ടാണ് തന്നിട്ടുള്ളത്. ഒരു പല്ലിന് ഒരു തലഭാഗമുണ്ട്, അതിനൊരു വേരും ഉണ്ട്. നമ്മൾ FPD ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടുകയാണ് ചെയ്യുന്നത്. അൺലെസ് നമ്മളത് പ്രോപ്പർ ആയിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല നല്ല പല്ലുകളും വെറുതെ നമ്മൾ നശിപ്പിച്ചു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എപ്പോഴും ഇംപ്ലാന്റ് ഉള്ളത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. പേഷ്യന്റ് കഴിക്കുന്നതിനാണെങ്കിലും ആ ഭംഗിക്കാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇംപ്ലാന്റ്. അതെ, അവിടെ നമ്മൾ FPD വെക്കുമ്പോൾ മോണ ഒരിക്കലും അത് ചിലപ്പോ ഇംപ്ലാന്റിന്റെ മാതിരി ആവില്ല. മോണിന്റെ ആ ഷേപ്പും കാര്യങ്ങളും കോണ്ടൂറും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വരാറുണ്ട്. പിന്നെ മാത്രമല്ല ഇതിലേറ്റവും വിട്ടുപോകുന്നൊരു കാര്യം തന്നെ FPD വെച്ച് കൊടുക്കും. അതിനുശേഷം പേഷ്യന്റ് മെയിൻറ്റെയിൻ ചെയ്യണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യണം. പീരിയോഡിക് അസസ്മെന്റ് വേണം. ഇപ്പോൾ വാട്ടർ ഫ്ലോസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ആ പോണ്ടിക് എന്ന് പറയും, അതായത് വെച്ച പല്ലിന്റെ അടിഭാഗം മോണയായിട്ട് തട്ടുന്ന ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ മോണയ്ക്ക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. മോണയ്ക്ക് ഹെൽത്ത് അല്ലെങ്കിൽ ഡോക്ടറിന് അറിയാമല്ലോ, അടുത്തുള്ള 2 പല്ലുകൾ അതുപോലെ എഫക്റ്റഡ് ആവും. പിന്നെ ഒരു പല്ല് കേടുവന്ന ഭാഗത്ത് 2 പല്ലായിരിക്കും കേടുവരുന്നത്. പിന്നെ മോശമാണെന്നല്ല, ബട്ട് അതിന് അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണം. ഇംപ്ലാന്റ് ആണെങ്കിലും അത് വളരെയധികം എസെൻഷ്യൽ ആണ്. പക്ഷേ നമ്മൾക്ക് എന്താ പറയുക, ഒരു പല്ലിനെ അപ്പുറത്ത് ഇപ്പുറത്തേക്കും കൂട്ടിക്കെട്ടുന്നില്ല. പിന്നെ ഒരു പല്ല് വെക്കുന്നതിന് ആ ഏരിയയിൽ മാത്രമേ വെക്കുന്നുള്ളൂ. അടുത്തുള്ള പല്ലിന് ഇനാമൽ നമ്മൾ സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്.